പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതിനകത്ത് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നാം ഇവിടെ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, രോഗത്തിൽ നിന്നൊരു ശമനത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടിട്ട് വരുന്നവരുണ്ട്. അവൻ എല്ലാ മെഡിസിൻ എടുത്ത് മെഡിസിനിൽ മാറ്റമില്ലാതെ, ഡോക്ടർക്ക് മാറ്റം കൊടുക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ഇനി ചികിത്സിക്കുവാൻ പണമില്ലാതെ, ഇനി എവിടെ പോകണമെന്നറിയാതെ പ്രയാസപ്പെട്ട് തന്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന അനേകരുണ്ട്. അവരിതിനകത്ത് കടന്നു വന്ന് ദൈവസന്നിധിയിൽ, കർത്താവേ, എനിക്ക് വേറെ ഒരു മാർഗവുമില്ല, നീ എന്റെ വിഷയത്തിനൊരു പരിഹാരം തരണം, നീ എന്റെ വിഷയത്തിനൊരു മറുപടി തരണം, എന്റെ ഈ രോഗത്തിൽ നിന്ന് നീ ശമനം നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയം എന്റെ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് ആശുപത്രി ഇല്ലാത്തത് കൊണ്ടല്ല ഇതിനകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത്, ആ ഡോക്ടർമാരില്ലാത്തത് കൊണ്ടല്ല, മരുന്നില്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം ഈ ലോകത്തുണ്ട്. ആ വഴിയിൽ പോയാൽ സൗഖ്യം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതിലെല്ലാം പരിശ്രമിച്ചിട്ട് നടക്കാതെ, അല്ലെങ്കിൽ അത് ചെയ്യുവാൻ കഴിവില്ലാതെ അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവജനത്തിന് എന്റെ കർത്താവ് ആശ്വാസം നൽകുന്നുണ്ട്. ഇന്ന് ഇതിനകത്ത് കടന്നു വരുന്ന അനേകരും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാ. ഹല്ലേലൂയ. മാറാരോഗങ്ങളുമായി അനേക വർഷങ്ങൾ രോഗിയായി ഭാരപ്പെട്ട്, അനേക വർഷങ്ങൾ പല രീതിയിൽ പരിശ്രമിച്ചിട്ടും രോഗസൗഖ്യം വരാതെ, പ്രയാസപ്പെട്ട് ഞെരുങ്ങി തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചിട്ടും ഒരു മാറ്റവും വരാതെ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുന്ന അനേക സഹോദരങ്ങളാണ് ഇതിനകത്ത് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥന അപേക്ഷിക്കുന്നത്. അവരുടെ വിഷയങ്ങൾക്ക് എന്റെ കർത്താവ് പരിഹാരം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോ ഡോക്ടർമാരും ആശുപത്രിയും ഇല്ലാത്തത് കൊണ്ടല്ല, ആശുപത്രിക്കും ഡോക്ടർമാർക്കും ചെയ്യുവാൻ കഴിയാത്തത് എന്റെ കർത്താവിന് ചെയ്യുവാൻ കഴിയും. ഒരു മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് വിരളമായിട്ടല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ നാം പരിശോധിച്ചാൽ അറിയാം. ഹല്ലേലൂയ. രാത്രി നല്ല സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ പോയവൻ എന്തോ ചിന്ത അവനെ ഭാരപ്പെടുത്തി, ഭയപ്പെടുത്തി, തന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഒരു കയറിന്റെ മുമ്പിൽ ജീവിതം ഒടുക്കിയ അനേകർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്നാൽ പലവിധമാകുന്ന പ്രതികൂലങ്ങൾ വരുമ്പോൾ, പലവിധമാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം തന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ഒരു കയറിൽ ജീവൻ എടുക്കാമെന്ന് ചിന്തിച്ചിടത്ത് എന്റെ കർത്താവ് ആശ്വാസം കൊടുത്ത്, സമാധാനം കൊടുത്ത്, ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയ ഒരു 100 സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് ഈ ആശ്വാസവും രോഗസൗഖ്യവും വിടുതലും ഒക്കെ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് അത് വാങ്ങിക്കോ എന്നുള്ളതല്ല. ലോകത്തിന് തരുവാൻ കഴിയാത്തത്, ലോകക്കാർക്ക് തരുവാൻ കഴിയാത്തത്, ഒരു മനുഷ്യനും ചെയ്തു തരുവാൻ കഴിയാത്തത് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.